നമസ്കാരം. സംരംഭക എന്ന നിലയിൽ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ ഇന്ന്. ഒബൈഒസി എന്ന ഫാൻസി ആഭരണ ഷോപ്പിന്റെ ഉടമയാണ് ദിയ. ഇപ്പോൾ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടെ ഫാൻസി ആഭരണങ്ങൾക്കും സാരികൾക്കുമായി തിരുവനന്തപുരം കുറവൻകോണത്ത് വലിയൊരു ഷോറൂം ആരംഭിച്ചിരിക്കുകയാണ് ദിയ. മാതാപിതാക്കളായ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ഭർത്താവ് അശ്വിനും മകൻ ഓമിയും ദിയയുടെ സഹോദരിമാരായ അഹാന, ഇഷാനി, ഹൻസിക എന്നിവർ ചേർന്നാണ് കട കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു ദിയ കൃഷ്ണയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നത്. കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാവരും ചേർന്നാണ് ആ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത്. അതിന്റെ ചിത്രങ്ങളെല്ലാം ഓരോരുത്തരായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഹാനയുടെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഉദ്ഘാടനത്തിന് പങ്കെടുത്ത ഫോട്ടോകൾക്കൊപ്പം ദിയ ഇങ്ങനെ ഒരു ബിസിനസ് ലേഡിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹാന കൃഷ്ണ എത്തിയിരിക്കുന്നത്. ദിയയുടെ വിജയത്തിൽ അഹാന എന്ന ചേച്ചി എത്രത്തോളം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു എന്ന് ചിത്രങ്ങളിൽ കാണാം. ഉദ്ഘാടന വേളയിൽ ദിയയെ നോക്കുന്ന അഹാനയുടെ ഒരു ചിത്രത്തിൽ അത് വ്യക്തമാണ്. പഠനം പൂർത്തിയാക്കി വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസരത്തിൽ അച്ഛന്റെയും അമ്മയുടെയും വഴക്ക് കേൾക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണമായിരുന്നു. അതിനുവേണ്ടി തുടങ്ങിയതാണ് ദിയ കൃഷ്ണ ഈ ബിസിനസ്. 4 വർഷം മുൻപ് തുടങ്ങിയ ഒബൈഒസി എന്ന സംരംഭം ഇന്ന് വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയും ഇതുവരെ എത്താൻ ദിയ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നതും അഹാന പറയുന്നു. ഇടയിൽ വെല്ലുവിളി നിറഞ്ഞ പല അവസരങ്ങളും വന്നപ്പോഴും തളരാതെ നിന്ന ദിയയെ അതിനോട് ശക്തമായി പോരാടിയ സഹോദരിയെ അഹാന പ്രശംസിക്കുന്നതും കാണാം. ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവവികാസങ്ങൾ ആരാധകർക്ക് അറിയാവുന്നതാണ്. ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇന്ന് ദിയ. ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞ് പിറന്നിട്ട് മാസങ്ങളായിട്ടുള്ളൂ. പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചതൊരു കുടുംബജീവിതമാണ്. ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ നേരത്തെ പറഞ്ഞതാണ്. ദിയയെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ്. അമ്മയായതിന്റെ സന്തോഷത്തിലുമാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ. നിയോം എന്നാണ് കുഞ്ഞിന്റെ പേര്, ഓമി എന്നാണ് ഓമന പേര്. തമിഴ് റൊമാന്റിക് സിനിമകളുടെ ആരാധകയായ ദിയ അതുപോലൊരു സന്തോഷകരമായ ജീവിതമാണ് അന്നും ഇന്നും ആഗ്രഹിച്ചത്. മോഡേൺ വസ്ത്രങ്ങളുടെ സ്ഥാപനമായിരുന്നു ആദ്യം. പിന്നീട് അത് ഇമിറ്റേഷൻ ആഭരണങ്ങളുടെ വലിയ ശേഖരമുള്ള ഒബൈഒസി എന്ന സ്ഥാപനമായി വളരുകയായിരുന്നു. 3 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സുള്ള സ്ഥാപനമാണ് ഒബൈഒസി. ഓൺലൈൻ വിൽപ്പന മാത്രമല്ല, ഒബൈഒസിക്ക് ഒരു ഫിസിക്കൽ സ്റ്റോറും തിരുവനന്തപുരത്തുണ്ട്. അടുത്തിടെയായി ആഭരണങ്ങൾ മാത്രമല്ല, വിവിധ പട്ടുസാരികളും ന്യായമായ വിലയിൽ ഒബൈഒസിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. തന്റെ സംരംഭത്തിന്റെ പ്രൊമോഷൻ ദിയയും ഭർത്താവ് അശ്വിനും ചേർന്ന് സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്യാറുള്ളത്. എല്ലാം ജീവനക്കാരെ ഏൽപ്പിച്ച് മുതലാളി ചമഞ്ഞിരിക്കാൻ ദിയയ്ക്ക് താല്പര്യമില്ല. എല്ലായിടത്തും ഓടി നടന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ദിയ തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസം തന്റെ സ്വപ്നം സഫലീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ദിയ കൃഷ്ണ. ദിയയ്ക്കൊപ്പം നിന്നത് ഭർത്താവ് അശ്വിനും ദിയയുടെ വീട്ടുകാരുമാണ്. തന്റെ സഹോദരിമാരുടെ പേരിൽ ആണ് ഓരോ വസ്ത്രങ്ങളും ദിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ തന്റെ ഭാര്യയുടെ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിയ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ്. പുള്ളിക്കാരിയാണ് എല്ലാം. ദിയ പറഞ്ഞിട്ടൊന്നും ചെയ്തതല്ല, ഞാനാണ് ഫ്ലെക്സ് വെച്ചത്. തോൽക്കുമെന്ന് വിചാരിച്ച ആളുകൾക്കുള്ള ഉത്തരമാണ് ദിയയ്ക്ക് വേണ്ടി ഈ ഫ്ലെക്സ്. KKG പറഞ്ഞതുപോലെ ഇപ്പോഴും സത്യം തന്നെ ജയിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ക്രിറ്റിസിസം വന്നാലും നമ്മൾ നേരിടണം. അത് നല്ലതായാലും ചീത്തതായാലും അങ്ങനെയാണ്. നമ്മളെ ഇഷ്ടപ്പെടാത്തവരെക്കാളും കൂടുതലും നമ്മുടെ വ്യൂ ഇഷ്ടപ്പെടാത്തവരുണ്ട്. നമ്മൾ വളർന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇവിടെ നിന്നുള്ള നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങളും വരും. പബ്ലിക്കിന് മുൻപിൽ നമ്മുടെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായും വിമർശനങ്ങൾ വരും, സ്വാഭാവികമാണ്. തങ്ങളുടെ കസ്റ്റമേഴ്സിൽ കൂടുതൽ പേരും വരുന്നത് കേരളത്തിൽ നിന്നുമാണ്. ഇപ്പോൾ താൽക്കാലത്തേക്ക് ഷോപ്പ് മറ്റെവിടേക്കെങ്കിലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്റെ മുതലാളി ഭാര്യ പറയുന്നത് പോലെ ചിലപ്പോൾ മറ്റെവിടേക്കെങ്കിലും ആഡ് ഓൺ ചെയ്യും എന്ന് മാത്രം. കുറെ ഷോപ്പുകൾ ഓരോ സ്ഥലങ്ങളിൽ തുടങ്ങണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ദിയ കൃഷ്ണ എന്ന വ്യക്തിക്ക് വേണ്ടി തനിക്ക് ജയിച്ചേ പറ്റൂ എന്നും അശ്വിൻ പറഞ്ഞു. എല്ലാം ഫേസ് ചെയ്തതിനുള്ള മറുപടി പോലെ പിന്നെ ആ കേസ് നമ്മൾ ജയിക്കും. അതുകൂടി ആയാൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും, അശ്വിൻ മറുപടി നൽകി. അതേസമയം സംരംഭക എന്ന നിലയിൽ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലാണ് ദിയ ഉള്ളത്. ഒബൈഒസി എന്ന ഫാൻസി ആഭരണ ഷോപ്പിന്റെ ഉടമയാണ് ഇന്ന് ദിയ. എന്തായാലും കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടെയാണ് ഫാൻസി ആഭരണങ്ങൾക്കും സാരികൾക്കുമായി തിരുവനന്തപുരം കുറവൻകോണത്ത് വലിയൊരു ഷോറൂം ദിയ ആരംഭിച്ചിരിക്കുന്നത്. മാതാപിതാക്കളായ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ഭർത്താവ് അശ്വിനും മകൻ ഓമിയും ദിയയുടെ സഹോദരിമാരായ എല്ലാവരും ചേർന്നാണ് കട കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം കടന്നു വന്നാണ് ദിയ ഈ ഉയർച്ചയിലെത്തിയതെന്നാണ് എല്ലാവരും പറയുന്നത്. അശ്വിനും അത് തന്നെയാണ് പറഞ്ഞത്. ഗർഭിണിയായിരുന്ന സമയത്ത് മുൻ ജീവനക്കാരിൽ നിന്ന് നേരിട്ട ദുരനുഭവമാണ് ദിയയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായത്. ദിയയുടെ ആദ്യത്തെ ഷോപ്പ് ഒബൈഒസിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് മുൻ ജീവനക്കാരികൾ നടത്തിയത്. സ്ഥാപനത്തിന്റെ QR കോഡിന് പകരം സ്വന്തം QR കോഡ് കാണിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെയാണ് കൃഷ്ണകുമാറിനെതിരെയും ദിയയ്ക്കെതിരെയും ഇവർ ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വന്നത്. ഇതിനെല്ലാം തക്ക മറുപടി കുടുംബം തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ വൈകാതെ സത്യം തിരിച്ചറിയുകയും ജീവനക്കാരികൾ നടത്തിയ തട്ടിപ്പ് പുറത്താവുകയും ചെയ്തു. തുടർന്ന് ഇവർ ഏറെ നാൾ അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി.
ജീവനക്കാരികളുടെ തട്ടിപ്പ് പുറത്തു വന്നതോടെ വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ദിയയ്ക്കും കുടുംബത്തിനും ലഭിച്ചത്. ദിയയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു പാഠമായിരുന്നു ഈ സംഭവം. തന്റെ ശ്രദ്ധക്കുറവാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് വഴി തെളിയിച്ചതെന്ന് ദിയ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ സ്ഥാപനം വഴിയാണ് ദിയയുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതേസമയം അന്നത്തെ കാലഘട്ടത്തെ അതിജീവിച്ചതിനെക്കുറിച്ച് അശ്വിൻ പറയുകയും ചെയ്തു. ഇത് ദിയയുടെ രണ്ടാം ജന്മമാണെന്ന് അശ്വിൻ പറഞ്ഞു. കുറച്ചു പേർ ഞങ്ങളെ താഴ്ത്താൻ നോക്കി, അവർക്ക് മുന്നിൽ ജയിച്ചു കാണിക്കണം എന്ന ഒരു വാശിയുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ഈ പുതിയ കട തുടങ്ങിയത്. എന്താകുമെന്നറിയില്ല, നല്ലതുപോലെ വളർത്തിയെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിയയാണ് ഈ വളർച്ചയുടെ എല്ലാം പിന്നിൽ. എല്ലായ്പ്പോഴും സത്യം തന്നെ വിജയിക്കും. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ആർക്കും നമ്മളെ അടിച്ചു താഴ്ത്താൻ സാധിക്കില്ല. ഇത് കുറച്ചു നാളായിട്ടുള്ള ദിയയുടെ ഹാർഡ് വർക്കാണ്. ദിയ ഗർഭിണിയായപ്പോൾ തുടങ്ങിയതാണ് ഈ പുതിയ കടയുടെ വർക്ക്. എല്ലാം നല്ലതുപോലെ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ജയിക്കണമെന്ന വാശിയുണ്ടായിരുന്നു. ദിയയ്ക്ക് വേണ്ടി ജയിക്കണമായിരുന്നു. അത്രയും കഷ്ടപ്പാടുകൾ ദിയ നേരിട്ടതിനുള്ള മറുപടിയാണിത്. ഈ കേസും കൂടി ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതും കൂടിയാകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനമാകും. അതുമാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ദിയയുടെ രണ്ടാം ജന്മമാണ്. ഈ ഷോപ്പ് നന്നായിട്ട് കൊണ്ടുപോകണം. കൂടുതൽ സ്ഥലങ്ങളിൽ ആരംഭിക്കണം. ഇന്ന് ഈ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരണം. ദിയയ്ക്ക് അപാരമായ ബിസിനസ് മൈൻഡാണ്. ഞാൻ ദിയയുടെ കട്ട ഫാനാണ്. അത്രയും കഷ്ടപ്പാടുകളിലൂടെയാണ് ദിയ ഗർഭിണിയായിരുന്ന സമയത്ത് കടന്നുപോയത്. ഒരാളുടെ ജീവിതം വരെ തകർന്നു പോകാവുന്ന ഘട്ടമായിരുന്നു അത്. ഇത് എല്ലാവർക്കുമുള്ള മെസ്സേജാണ്. ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നും അശ്വിൻ പറഞ്ഞു. അതേസമയം തന്നെ ദിയ മാത്രമല്ല, താരകുടുംബം എല്ലാവരും ഒരു ബിസിനസ് പങ്കാളികൾ തന്നെയാണ്. ഒരു വർഷത്തോളം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് നടിയും ഇൻഫ്ലുവൻസറുമായ അഹാനയും കുടുംബവും. അഹാന അമ്മ സിന്ധു കൃഷ്ണ, അനീതിമാരായ ഇഷാനി കൃഷ്ണ, ഹൻസിക കൃഷ്ണ എന്നിവരാണ് സിയ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന് തുടക്കമിട്ടിരിക്കുന്നത്. ലിമിറ്റഡ് കളക്ഷനായി സാരികൾ ഓൺലൈനിലൂടെ വിൽക്കാനാണ് തീരുമാനം. പല നാടുകളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്നും തെരഞ്ഞെടുക്കുന്ന സാരികളാണ് ഇവർ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. 4 പേരുടെയും ഫാഷൻ സെൻസ് ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ്. ഇത് ബിസിനസ്സിനും ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ സാരികൾക്ക് വില കൂടുതലാണെന്ന അഭിപ്രായം ഇതിനോടകം വന്നിട്ടുണ്ട്. 10,000-വും 15,000-വും വില വരുന്നതാണ് മിക്ക സാരികളെന്നും ഇവ സാധാരണക്കാർക്ക് വാങ്ങാനാകില്ലെന്നും അഭിപ്രായങ്ങളുണ്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് അഹാനയും അമ്മയും സഹോദരിമാരും ചേർന്ന് പുതിയ വസ്ത്ര ബ്രാൻഡിന്റെ തുടക്കം കുറിച്ചത്. സിയ ബൈ ഹാദിഷിക എന്നാണ് ഇവരുടെ ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ പേര്. ബ്രാൻഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും പരസ്യപ്പെടുത്തിയിരുന്നു. അഹാനയും അമ്മയും സഹോദരിമാരും ഹാൻഡ് പിക്ക് ചെയ്ത എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് വെബ്സൈറ്റിൽ എത്തിക്കുന്നതെന്നാണ് വസ്ത്ര ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് ഇവർ അറിയിച്ചിരുന്നത്. ആദ്യത്തെ സെറ്റ് കളക്ഷൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഡ്രോപ്പ് ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഏറെ ലഭിച്ച പ്രതികരണങ്ങൾ സാരികൾക്ക് വില കൂടുതലാണെന്നുള്ളതായിരുന്നു. സാധാരണക്കാർക്ക് സ്വപ്നം പോലും കാണാനാകാത്ത വിലയാണ് ഇട്ടിരിക്കുന്നത്. 5,000-ൽ കുറഞ്ഞ സാരികളില്ലെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു.